നിങ്ങൾ ഈ ചുറ്റും കാണുന്ന ഇതാണ് എന്റെ റൂം. ഓക്കെ, ഇതെന്റെ റൂമാണ്, അതോടൊപ്പം തന്നെ എന്റെ ഓഫീസ് സ്പേസും കൂടിയാണ്. ഓക്കെ, അതായത് റിലാക്സ് ഫോർസ് എന്ന് പറഞ്ഞ സമസ്ത പ്രപഞ്ചത്തിലും ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ ജീവിത സാഹചര്യം, അതായത് ഈ ഒരു ഭൂമി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പോകുന്നതിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് തുടങ്ങുന്നത് ഈ ഒരു മുറിയിൽ നിന്നാണ്. ഓക്കെ, രജിസ്ട്രേഷൻ ചെയ്തേക്കുന്നത് ഈ ഒരു മുറി തന്നെയാണ്. ഓക്കെ, പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട്. അപ്പോ ഞാൻ ഈ ഒട്ടിച്ചേക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ, ഇവരെല്ലാം തുടക്കത്തിൽ ഈ ഒട്ടിച്ച സമയത്ത് എന്റെ ഉള്ളിൽ ഉണ്ടായത് ഇവര് മഹാമാരി അല്ലെങ്കിൽ ഇവര് അല്ലെ വലിയ സമ്പന്നന്മാര്. നിങ്ങൾക്ക് എല്ലാവർക്കും ആരാധന ഉണ്ടായ പോലെ എനിക്കും ആരാധന ഉണ്ടായിരുന്നു. ഈ പറയുന്ന പണമുള്ള ആൾക്കാരോടായിരുന്നു, സിനിമാ നടന്മാരോടോ ഫുട്ബോൾ കളിക്കാരോടൊന്നും ആയിരുന്നില്ല. ഓക്കെ, എന്റെ ജീവിതത്തിലൊന്നും ഞാൻ ഇതുവരെ ഒരു വേൾഡ് കപ്പോ ക്രിക്കറ്റ് മാച്ചോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതോടൊപ്പം തന്നെ സിനിമാ നടന്മാരോടോ ആരോടും എനിക്കൊരു ആരാധന ഇല്ലായിരുന്നു. ഞാൻ ഒരു ഓണ്ടർപ്രണർ ആയതുകൊണ്ട് ഓണ്ടർപ്രണേഴ്സിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അബാനി, അദാനി ഇവരെല്ലാം പുറകെയുണ്ട്, എലോൺ മസ്ക്. ഓക്കെ, അതിനുശേഷമാണ് എന്റെ ആ ഒരു റിസർച്ച് എന്നെ കൊണ്ടുപോയത്, എന്റെ സ്പിരിച്വാലിറ്റി എന്നെ കൊണ്ടുപോയത്. ആരുടെയൊക്കെ മുഖം എന്തൊക്കെയാണ് വികൃതം അല്ലെ ഇവരുടെ ഉള്ളെല്ലാം എനിക്ക് അറിയാൻ സാധിച്ചു. ഓക്കെ, മെഡിറ്റേഷൻ, യോഗ ഇതെല്ലാം ആ ഒരു രീതിയിലുള്ള കഴിവ് നമുക്ക് കിട്ടും. ഓക്കെ, സിക്സ് സെൻസ് എല്ലാം നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ ഒരുപാട് എവിഡൻസ്, ഒരുപാട് റിസർച്ച് കാര്യങ്ങളെല്ലാം നടന്നു. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വാക്സിൻ ഉണ്ടെന്ന് അറിഞ്ഞു, 2030 അജണ്ട ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഈ ഒരു റൂമിൽ നിന്നാണ് ആ ഒരു സമസ്ത പ്രപഞ്ചവും ശുദ്ധമാക്കാനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്. അതായത് ഈ ഒരു ഭൂമി ഉടനെ തന്നെ ഞാൻ പച്ച ഉറപ്പിക്കും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇപ്പൊ ഭൂമി ഉള്ളത്. ആ ഒരു രീതി മാറി ഒരു ഗ്രീൻ, അതായത് കംപ്ലീറ്റ് ഗ്രീൻ, ശുദ്ധമായ വായു, ശുദ്ധമായ ഭക്ഷണം, ശുദ്ധമായ വെള്ളം, അതോടൊപ്പം തന്നെ ലോകത്തുള്ളവരുടെ എല്ലാവരുടെയും പട്ടിണിയും അസുഖവും മാറും. ഓക്കെ, അതെല്ലാം എന്റെ തീരുമാനങ്ങളാണ്. ആ ഒരു തീരുമാനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് വന്നത്. അപ്പോ ഈ ഒരു ആൾക്കാരെ ഞാൻ ഒട്ടിച്ചപ്പോ വലിയ ഗുരുക്കന്മാരായിട്ട് കണ്ടു. ഇപ്പൊ എനിക്ക് ഗുരുക്കന്മാരൊന്നും അല്ല അവര്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മാറണം സത്യാവസ്ഥ അറിയുമ്പോൾ. ഇപ്പൊ ഡൽഹിയിലെല്ലാം യമുന എല്ലാം പൊല്യൂട്ടഡ് ആണ്, ഹൈലി പൊല്യൂട്ടഡ് ആണ്. ഓക്കെ, എന്നിട്ട് പ്രധാനമന്ത്രി എല്ലാവരും കുടിക്കുന്നതും അല്ലെങ്കിൽ സിനിമ നടന്മാർ കുടിക്കുന്നതും എല്ലാം വേറെ വെള്ളമായിരിക്കും. പക്ഷെ അവിടുത്തെ വിഡ്ഢികൾ കുടിക്കുന്നത് ആ വെള്ളം തന്നെയാണ്. ഓക്കെ, ക്ലോറിനിട്ട്. എന്നിട്ട് അവിടുത്തെ ഒരു വിഡ്ഢി, ബിജെപിയുടെ വിഡ്ഢിയായിരിക്കും തോന്നുന്നു, അവർ എന്നിട്ട് വിഷമൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ആ ഒരു അഴുക്ക് വെള്ളം കുടിച്ച് കാണിക്കുന്നു മീഡിയാസ് വെച്ച്. ഓക്കെ, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഭരണം പോരുതല്ലോ. അപ്പൊ ഈ പറയുന്ന അതുപോലത്തെ ഒരു വിഡ്ഢി സമൂഹമായി മാറിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രികളിൽ ബോംബ് പൊട്ടിക്കഴിയുമ്പോൾ പിന്നെ അവിടെ ഒരു നാടകം കളിക്കാൻ വേണ്ടി ചെന്നു. ഇവരെല്ലാം തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഇതൊന്നും തിരിച്ചറിയാത്ത ഒരു സമൂഹം ആകുമ്പോഴുള്ള പ്രശ്നമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന വെള്ളം, ഇതെല്ലാം വിഷമാക്കി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ഇതൊന്നും തിരിച്ചറിയാത്ത ആ ഒരു പാർട്ടിയും അതോടൊപ്പം തന്നെ ആ പാർട്ടിയുടെ കൊടി പിടിക്കുന്ന വിഡ്ഢികൾ തന്നെയാണ് ഇപ്പൊ കാണുന്ന എല്ലാവിധ പ്രശ്നത്തിനും കാരണം. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റണം. അതോടൊപ്പം തന്നെ യങ്സ്റ്റേഴ്സിന് ഒരുപാട് പേരോട് ആരാധനയുണ്ട് അല്ലെ, ഫുട്ബോളുകാരോടും ഈ പറയുന്ന സിനിമാ നടന്മാരോടും. അതെല്ലാം മാറ്റിയിട്ട് സമസ്ത പ്രപഞ്ചത്തിനോട് ആരാധന വേണം. അതായത് അവരുടെ വീട് പോലെ കാണണം. ഈ ഒരു മുറി അല്ലെങ്കിൽ ഈ ഒരു വീട് എന്റെ സ്വന്തമാണ്, അതുപോലെ തന്നെ ഈ ഒരു നാട് എന്റെ സ്വന്തമാണെന്നുള്ള ചിന്തയുള്ള എല്ലാവരും, അവർ 5% ആൾക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ്, ഈ ഒരു മുറിയിൽ വരുന്നതാണ്. ഓക്കെ, ഈ ഒരു മുറിയിൽ കുറച്ച് മഹത്തായ വ്യക്തികൾ ഉടനെ വരും. അപ്പൊ ഞാനത് ഒരു ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 5% ആൾക്കാർ ഇവിടെ വന്നു, സമസ്ത കാര്യങ്ങളും ശുദ്ധമാവാനുള്ള ആദ്യത്തെ പടി ഉടനെ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ് ഞാൻ. ഓക്കെ.